HSA മാത്സ് മലയാളം മീഡിയം ആറാമത്തെ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ 6, 7, 8 എന്ന് പറയുന്ന മൊഡ്യൂള് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് നമുക്ക് വരുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നമുക്ക് ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ന്യൂമറിക്കൽ ഡാറ്റ പ്രസന്റഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് ഫോം ആർ കാൾഡ്. അതിനെ മലയാളത്തിൽ പറയാം. നമ്മുടെ HSA മാത്സ് മലയാളം മീഡിയം നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം മലയാളത്തിലാണ് വരുന്നത്. അതുകൊണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിലെ ടേംസ് എല്ലാം നമ്മൾ മലയാളത്തിലും കൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഇങ്ങനെ പറയാൻ പറ്റും: വിവരണാത്മക രൂപത്തിൽ അവതരിപ്പിക്കുന്ന സംഖ്യാപരമായ ഡേറ്റ എന്നറിയപ്പെടുന്നത്. നമ്മുടെ ഓപ്ഷൻസ് ഇതൊക്കെയാണ്: വർഗീകരിച്ച അവതരണം, പട്ടികാത്മക അവതരണം, ഗ്രാഫിക്കൽ അവതരണം, പാഠ്യാത്മക അവതരണം. ഓക്കെ, ഞാനത് ഇംഗ്ലീഷിൽ ആദ്യം അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഞാനത് മലയാളത്തിലൂടെ പറയാം. അപ്പം നിങ്ങൾക്കത് കൂടുതൽ ഫോളോ ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ പഠിച്ചു വെച്ചേക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കുന്നത്, പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യൻസ് മലയാളത്തിലായതുകൊണ്ട് മലയാളത്തിലൂടെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ആൻസർ എഴുതാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ന്യൂമറിക്കൽ ഡാറ്റ പ്രസന്റഡ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് ഫോം ആർ കാൾഡ്. അതായത് നമ്മുടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ഡേറ്റയെ നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. ഓക്കെ, അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ടെക്സ്ച്വൽ റെപ്രസെന്റേഷൻ ആണ്. നമുക്ക് ആൻസർ ആയിട്ട് ടെക്സ്ച്വലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരം ഡേറ്റയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ എഴുതി എടുക്കുന്ന അതായിരിക്കും. അതായത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം 50 കുട്ടികളുണ്ട്, അതിനകത്ത് 15 കുട്ടികൾ എന്താണ് ബോയ്സ് ആണ്, അതുപോലെ ബാക്കി 35 കുട്ടികൾ പെൺകുട്ടികളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവരണാത്മകമായിട്ട് എഴുതുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെക്സ്ച്വൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട വാക്കെന്താണ്, ഡിസ്ക്രിപ്റ്റീവ് ഫോം. ഓക്കെ, അതേപോലെ നമുക്ക് അതിൻ്റെ മലയാളത്തിലേക്ക് വരുമ്പോഴെങ്ങനെയാണ്, വിവരണാത്മക രൂപത്തിൽ അവതരിപ്പിക്കുന്ന സംഖ്യാപരമായ ഡേറ്റ. അതായത് സംഖ്യാപരമായിട്ടുള്ള ഡേറ്റ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാസ്സിൽ ആകെ 50 കുട്ടികളുണ്ട്, അതിൽ 15 പെൺകുട്ടികളും ബാക്കി 35 ആൺകുട്ടികളുമാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിവരണാത്മകമായിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ടെക്സ്ച്വൽ പ്രസന്റേഷൻ അല്ലെങ്കിൽ പാഠ്യാത്മക അവതരണം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുള്ള ബാക്കി ഓപ്ഷൻസിലേക്ക് നോക്കാം. അതെന്തുകൊണ്ടാണ് ആൻസർ ആവാത്തതെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഗീകരിച്ച അവതരണം. വർഗീകരിച്ച അവതരണം എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലാസിഫൈഡ് പ്രസന്റേഷൻ. ക്ലാസിഫൈഡ് പ്രസന്റേഷൻ അല്ലെങ്കിൽ വർഗീകരിച്ച അവതരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേറ്റ വിഭാഗങ്ങളായി തരംതിരിച്ചായിരിക്കും ഇവിടെ എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അതായത് നമ്മളെ ക്ലാസിഫിക്കേഷൻ, അതായത് വയസ്സ്, വരുമാനം, ആ രീതിയിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, വർഗീകരിച്ച അവതരണം അല്ലെങ്കിൽ ക്ലാസിഫൈഡ് എന്താണ് പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ ഒരു ഡേറ്റ എടുത്തിട്ട് പറയുന്നു മെയിൽ, ഫീമെയിൽ എന്നൊക്കെ നമ്മൾ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇത്തരത്തിൽ കോളം വരച്ചൊക്കെ നമ്മൾ എഴുതും. നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്ത് പറയുന്നു. അതാണ് മെയിൽ എത്ര, ഫീമെയിൽ എത്ര എന്നൊക്കെ പറയുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർഗീകരിച്ച അവതരണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ടാബുലാർ പ്രസന്റേഷൻ ആണ്, അല്ലെങ്കിൽ പട്ടികാത്മകമായിട്ടുള്ള അവതരണമാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ ഇവിടെ ഇപ്പം ക്ലാസിഫിക്കേഷനകത്ത് ഞാൻ പട്ടികയായിട്ട് തിരിച്ചിട്ടില്ല. നമ്മുടെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വർഗീകരിച്ച അവതരണത്തിനകത്ത് ഞാനിവിടെ എന്താണ്, വെറുതെ മെയിൽ, ഫീമെയിൽ എന്ന് പറഞ്ഞ് 2 ഇതായിട്ട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മൾ പട്ടികാത്മകമായ അവതരണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ ടേബിൾ ആക്കും. മെയിൽ, ഫീമെയിൽ എന്താണ്, മെയിൽ, ഫീമെയിൽ എന്നാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നമ്മുടെ ഡേറ്റയെ റെപ്രസെന്റ് ചെയ്യും. അല്ലെങ്കിൽ മെയിൽ ഇവിടെ എത്രയുണ്ട്, 35 ഉണ്ട്, ഫീമെയിൽ എന്നുള്ള 15 ഉണ്ട്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറയുന്നത്. ഇത്തരത്തിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പട്ടികാത്മകമായിട്ടുള്ള അവതരണം എന്ന് പറയുന്നത്. അതായത് ഇത്രയേ ഉള്ളൂ, ടേബിളുകളുടെ സഹായത്തോടു കൂടി റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, പട്ടികാത്മകമായിട്ടുള്ള അവതരണം. അതുപോലെ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച്, 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് കൊടുക്കുന്ന അല്ലെങ്കിൽ പല പല വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് കൊടുക്കുന്നതാണ് വർഗീകരിച്ച അവതരണം അല്ലെങ്കിൽ ക്ലാസിഫൈഡ് പ്രസന്റേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഇനി അടുത്തത് ഗ്രാഫിക്കൽ അവതരണമാണ് അല്ലെങ്കിൽ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. ഗ്രാഫിക്കൽ പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേറ്റയെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുന്നു.
അതായത് ഒരു കോളേജിൽ ഇപ്പം നമ്മൾ എടുക്കുകയാണ്, പല പല ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അതായത് ഇപ്പം ആർട്സ് ഉണ്ട്, അതുപോലെ സയൻസ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ് ഉണ്ട്. ഇതിനകത്ത് ആർട്സിലുള്ള കുട്ടികളുടെ എണ്ണം ഇവിടെ കൊടുക്കും, സയൻസിൽ കുറച്ചുകൂടെ കുട്ടികളുണ്ട്, കൊമേഴ്സിൽ ഇതിനേക്കാൾ കുട്ടികളുണ്ട്. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഡേറ്റയെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രാഫിക്കൽ അവതരണം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള പടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, അതായത് ഡേറ്റ ബാർ ഡയഗ്രാം അല്ലെങ്കിൽ പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം തുടങ്ങിയ ഗ്രാഫുകൾ ഉപയോഗിച്ച് ദൃശ്യവൽക്കരിക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രാഫിക്കൽ അവതരണം എന്ന് പറയുന്നത്. നോക്കിയേ, ഇവിടെ ഗ്രാഫിക്കൽ അവതരണത്തിനകത്ത് നമ്മൾ എന്താണ് ചെയ്തേക്കുന്നത്, ഫിഗറുകൾ ഉപയോഗിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു അല്ലേ. ഇനി പട്ടികാത്മകമായ അവതരണത്തിനകത്ത് എന്ത് ചെയ്തു, പട്ടികകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ റെപ്രസെന്റ്. അടുത്ത വർഗീകരിച്ച അവതരണത്തിനകത്ത് എന്താണ്, വിഭാഗങ്ങളാക്കി ഞാൻ എന്ത് ചെയ്തേക്കുന്നു, അതിനെ പ്രസന്റ് ചെയ്തേക്കുന്നു. ഒന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, അതിനെപ്പറ്റി വിവരണാത്മകമായിട്ട് എന്ത് ചെയ്തിട്ടില്ല, വിവരിച്ചിട്ടില്ല, വിവരണാത്മകമായിട്ട് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്, നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പാഠ്യാത്മക അവതരണം അല്ലെങ്കിൽ ടെക്സ്ച്വൽ പ്രസന്റേഷൻ ആണ് നമുക്ക് വരുന്നത്. വിവരണാത്മക രൂപത്തിൽ അവതരിപ്പിക്കുന്ന സംഖ്യാപരമായ ഡേറ്റ എന്നറിയപ്പെടുന്നതാണ് പാഠ്യാത്മക അവതരണം. ഓക്കെ, നിങ്ങൾ അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ബേസിക് ആയിട്ടുള്ള ടേമുകളെല്ലാം മലയാളത്തിൽ പഠിച്ചു വെക്കുകയും വേണം. അതുപോലെ അതിന്റെ ഡെഫിനിഷൻസും ഒക്കെ അറിഞ്ഞിരിക്കണം. അത് പല രീതിയിൽ നമ്മൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. വെദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഫസ്റ്റ് ഓർ ടാബുലേഷൻ. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ വർഗീകരണവും അതുപോലെ പട്ടികയാക്കലും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ആരെയാണ് ആദ്യം ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. വെദർ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ഫസ്റ്റ് ഓർ ടാബുലേഷൻ. നമ്മൾ ആദ്യം ചെയ്യുന്ന ഏതാണെന്നുള്ള, ക്ലാസിഫൈ ചെയ്യണോ ടാബുലേഷൻ ചെയ്യുകയാണോ ചെയ്യുന്നതാണെങ്കിൽ, വർഗീകരിക്കുകയാണോ പട്ടികയാക്കുന്നതാണോ ആദ്യം ചെയ്യുന്നതെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്, വർഗീകരണമാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. കാരണം ആദ്യം നമ്മളൊരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ മൊത്തം 50 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് 15 കുട്ടികൾ പെൺകുട്ടികളാണ്, ബാക്കി 35 കുട്ടികൾ എന്താണ്, ആൺകുട്ടികളാണ്. ഞാൻ വെറുതെ ഇങ്ങനെ വിഭാഗങ്ങളാക്കി എഴുതുന്നതിനാണ് പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ 15 പേര് നോട്ട് ചെയ്യുന്നു, ആൺകുട്ടികളെ ഞാനിവിടെ നോട്ട് ചെയ്യുന്നു. ഇതെന്ന് പറയുന്നത് എന്താണ്, വിഭാഗമാക്കി എന്ത് ചെയ്തു, അതായത് 2 വിഭാഗമാക്കി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ തിരിച്ചിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, വർഗീകരണം എന്ന് നമ്മൾ പറയുന്നത്. അതിനുശേഷം ഞാൻ അതിനെ വർഗീകരിച്ചതിന് ശേഷം അടുത്ത ഒരു സ്റ്റെപ്പായിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ അടുത്ത ഒരു പടിയായിട്ടാണ് ഞാൻ അതിനെ എന്ത് ചെയ്യുന്നത്, കോളത്തിലാക്കി ഞാൻ എഴുതുന്നത്. നമ്മൾ സാധാരണ അങ്ങനെയല്ലേ ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ക്ലാസ്സിൽ എത്ര ആൺകുട്ടികളുണ്ട് എത്ര പെൺകുട്ടികളുണ്ടെന്നുള്ള എടുക്കും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യും, ഒരു കോളം വരച്ചിട്ട് ആൺകുട്ടികളുടെ പേര് ഇവിടെ കൊടുക്കും, പെൺകുട്ടികളുടെ പേര് ഇവിടെ എഴുതും അല്ലേ. ആ രീതിയിലാണ് എഴുതുന്നത്. അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ആണ്. അതിനുശേഷമാണ് നമ്മൾ ടാബുലേഷൻ. എന്താണ് ആദ്യം ചെയ്യുന്നത്, വർഗീകരണമാണ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, പട്ടികയായിട്ട് നമ്മൾ എഴുതുന്നത്.